ഗണപതിയെക്കുറിച്ച് നമുക്കൊന്ന് ഗണപതിയുടെ സയൻറ്റിഫിക് വശം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം രൂപത്തിനെക്കുറിച്ച് പറയാം. ഈ വലിയ ശിരസ് അത് ബോധവികാസം സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ജ്ഞാനപ്രാപ്തനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോധോദയം സംഭവിച്ചു കഴിഞ്ഞാൽ, ബ്രെയിൻ എക്സ്പാൻഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ആനത്തലയോളം അല്ല അത്രയും ബുദ്ധി അല്ലെങ്കിൽ വികസിച്ച ബുദ്ധിയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ശിരസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, കാണിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ചെവി, വളരെ ശ്രദ്ധാലുവാണെന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ കേൾവി, നല്ല കേൾവിയുള്ള ആളാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി, കേൾവിയുള്ള ആളായതുകൊണ്ടാണ് വ്യാസൻ മഹാഭാരതം എഴുതാൻ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്. അപ്പോൾ അതുപോലെ തന്നെ സൂക്ഷ്മദൃക്കായെന്ന് പറഞ്ഞാൽ ചെറിയ കണ്ണുകൾ, വളരെ സൂക്ഷ്മദൃക്കാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കണ്ണുകൾ. ഒടിഞ്ഞ കൊമ്പ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരൊറ്റ കൊമ്പ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അഹങ്കാരം ബ്രേക്ക് ചെയ്തു, അഹങ്കാരത്തിനെ മറികടന്നു. ഇതൊരു ജ്ഞാനിക്ക് അഹങ്കാരം എന്ന് പറയുന്ന സംഭവം അസ്തമിച്ചിട്ടുണ്ടാകും, അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ. വലിയ വയറെന്ന് പറയുന്ന സെക്കൻഡ് ബ്രെയിനാണ്. നമ്മുടെ വികാരങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിനായിട്ടുള്ള വൻകുടലിലെ ബാക്ടീരിയാസാണെന്ന് നമ്മൾ സയൻസ് പരമായിട്ട് നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് ബ്രെയിനാണ് വയറ്. അപ്പോൾ ആ വയറിന് നമ്മൾ കൃത്യമായിട്ടുള്ള ആഹാരം, ഉചിതമായിട്ടുള്ള ആഹാരം ഇതുപോലുള്ള കൊടുക്കണം എന്നുള്ളതാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ താമരയിലാണ് ഇരിക്കുന്നത്, അതായത് ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് താമര റെപ്രസെൻ്റ് ചെയ്യുന്നത്. താമരയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ താമരയിൽ പറ്റത്തില്ലല്ലോ, അത് വെറുതെ ഉരുണ്ട് കളിക്കത്തല്ലേ ഉള്ളൂ. അപ്പോൾ എന്തിനോടും പറ്റിക്കൂടാത്ത അവസ്ഥ, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് താമരയിലിരിക്കുന്നത്. പിന്നെ ഗണപതിയെ വ്യാസൻ ഈ മഹാഭാരതം എഴുതാൻ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. വ്യാസനോട് ആവശ്യപ്പെട്ടത് നോൺ സ്റ്റോപ്പ് ആയിരിക്കണമെന്നുള്ളത്, നിർത്തു വരാൻ പാടില്ല. അപ്പോൾ വ്യാസൻ തിരിച്ചാവശ്യപ്പെട്ടത് ഇതെല്ലാം മനസ്സിലാക്കി എഴുതണമെന്നപ്പം അപ്പം ഇത് മഹാഭാരതം മനസ്സിലാക്കി, അതിൻ്റെ അന്തരാർത്ഥങ്ങളെ മനസ്സിലാക്കി എഴുതണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രയും വികസിച്ച ബുദ്ധി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജ്ഞാനപ്രാപ്തനായതുകൊണ്ടാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗണപതിയുടെ ഉൽപ്പത്തി കഥ പറയുന്നത് ദേവി പ്രകൃതിയുടെ മണ്ണ് കൊണ്ട്, അതായത് നമ്മുടെ ശരീരം എങ്ങനെയാണോ മണ്ണ് കൊണ്ടുണ്ടായത് അതുപോലെ തന്നെ മണ്ണ് കൊണ്ടുണ്ടായി. പക്ഷേ അവിടെ ജ്ഞാനപ്രാപ്തനാകുമ്പോൾ ഈശ്വര കടാക്ഷം വന്നു കഴിയുമ്പോൾ, അതായത് ശിവൻ കടാക്ഷിച്ച് കഴിയുമ്പോൾ അവൻ്റെ അതുവരെയുള്ള താൽക്കാലിക ബുദ്ധി, അതായത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ ബുദ്ധി എന്നുള്ള ആ ശിരസ് മാറ്റി വികസിച്ച ബുദ്ധി, ജ്ഞാനത്തിൻ്റെ ശിരസ്, അതായത് വികസിച്ച ബുദ്ധി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വികസിച്ച ബോധം വികസിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആനയുടെ ശിരസ് അവിടോട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ശിവനാണ് പഴയ കുറഞ്ഞ ചെറിയ ബുദ്ധി, അതായത് സാധാരണ മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്ന് ഹയർ ലെവലുള്ള ബുദ്ധിയെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഈശ്വര കടാക്ഷത്തിൽ കൂടെ നമുക്ക് ജ്ഞാനം പ്രാപ്തമായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗണപതിക്ക് വലിയ ശിരസ് ശിവൻ വെച്ചു കൊടുത്തത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ യോഗയിൽ നിന്നും ഒക്കെ നമുക്ക് യോഗയൊക്കെ ചെയ്ത് നമ്മൾ ജ്ഞാനപ്രാപ്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗണപതിയെ എങ്ങനെയാണ് ഇതിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഗണപതിയെ കാണിക്കുന്നത് എല്ലാത്തിൻ്റെയും തുടക്കക്കാരനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാത്തിനും ഒരു തുടക്കമായി. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് ജ്ഞാനപ്രാപ്തിയിലൂടെയാണ്. അപ്പം ഗണപതി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ സ്വരൂപനാണ്. അതായത് ഗണപതി പൂജ കഴിഞ്ഞാൽ അടുത്ത സരസ്വതി പൂജയാണ്. അപ്പം ഗണപതി ഫസ്റ്റ്. ഗണപതി അതായത് നമ്മുടെ വിഘ്നങ്ങളെല്ലാം മാറുന്നത്, അതായത് അതുവരെ ഉണ്ടായിരുന്ന സർവ്വ വിഘ്നങ്ങളും മാറി നമ്മൾ ജ്ഞാനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഗണപതി പൂജ കഴിഞ്ഞ് സരസ്വതി പൂജ.
എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറുകയാണ്. അതൊക്കെയാണ് ഗണപതി എന്ന് പറയുന്ന സങ്കല്പത്തിലൂടെ. അതുകൊണ്ട് ഗണപതി മിത്തല്ല, മുത്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.